എല്ലാവർക്കും മെയ് ഹിന്ദീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു 10 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുവാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹിന്ദി ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളും അത്യാവശ്യം ഈ ഒരു 10 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹിന്ദി സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഏറ്റവും അത്യാവശ്യം അറിയേണ്ട കുറച്ച് വാക്കുകൾ ആദ്യം കൊടുക്കുവാണ്. ഞാൻ, മേം, ഞാൻ, മേം. നീ, തൂ, നീ, തൂ. നിങ്ങൾ, തും, നിങ്ങൾ, തും. താങ്കൾ, ആപ്, താങ്കൾ, ആപ്. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, ഹം, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, ഹം. അടുത്തുള്ളൊരു വസ്തുവിനെയോ വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സാധനത്തെയോ കാണിച്ച് നമുക്ക് പറയണമെങ്കിൽ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് യ എന്നാണ്. ഇവൻ, ഇവൾ, ഇത്, യ. ഇനി യഹ് എന്നുള്ള വാക്കാണെങ്കിലും ഉച്ചാരണം യെ എന്ന് മാത്രമേ കേൾക്കാറുള്ളൂ. ഓക്കെ, ഇവൻ, ഇവൾ, ഇത്, യ. ഇവിടെ ഹ സൈലന്റ് ആണ്. ഇനി ഇതിന്റെ പ്ലൂറൽ ആണ് ഇവരെല്ലാം, ഇതെല്ലാം. ഇതിനെ ഹിന്ദിയിൽ യേ എന്നാണ് പറയുന്നത്. യേ. ഇവൻ, ഇവൾ, ഇത്, യ. ഇവരെല്ലാം, ഇതെല്ലാം, യേ. അടുത്തത് ദൂരെയുള്ള ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ സാധനത്തെയോ ഒക്കെ കാണിക്കുവാണെങ്കിൽ അവൻ, അവൾ, അത്, ആ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. അതിലെ ഹിന്ദിയിൽ അതിനെ പറയുന്നത് വോ. വഹ് എന്നാണ് വാക്കെങ്കിലും ഉച്ചാരണം വരുന്നത് വോ എന്നാണ്. അവൻ, അവൾ, അത്, വോ. ഇനി അവരെല്ലാം, അതെല്ലാം. അതിൻ്റെ പ്ലൂറലാണ് അവരെല്ലാം, അതെല്ലാം. അതിനെ ഹിന്ദി പറയുന്നത് വേ. ഇവൻ, ഇവൾ, ഇത്, ഈ, യ. ഇവരെല്ലാം, ഇതെല്ലാം, യേ. അവൻ, അവൾ, അത്, ആ, വോ. അവരെല്ലാം, അതെല്ലാം, വേ. ഇനി നമ്മളിപ്പോൾ പഠിച്ച സർവനാമങ്ങൾ ഒരേ സെന്റൻസിൽ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആരാണ്? ഞാൻ, മേ. ആര് എന്നുള്ളതിന് കോൻ. ഇനി മേമിന്റെ കൂടെ പ്രസന്റൻസിൽ നമ്മൾ ഹും ആണ് ചേർക്കുന്നത്. ഞാൻ ആരാണ്? മേ കോൻ ഹു. ഞാൻ ആരാണ്? മേ കോൻ ഹു. ഞാൻ ആൺകുട്ടിയാണ്. ഞാൻ, മേ. ആൺകുട്ടി, ലടുക്ക. ഞാൻ ആൺകുട്ടിയാണ്, മേ ലടുക്ക ഹു. അപ്പൊ മേ വരുവാണെങ്കിൽ എന്തെങ്കിൽ ഹും എന്ന് പ്രയോഗിക്കുക. മേ ലടുക്ക ഹു. ഞാൻ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി പുല്ലിംഗാണ്, വിദ്യാർത്ഥിനി സ്ത്രീലിംഗാണ്. ഞാൻ വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടി പറയുന്നതായിരിക്കണം അല്ലെ. അപ്പോ മേ ഛാത്രഹു. വിദ്യാർത്ഥി എന്നുള്ളതിന് ഹിന്ദിയിൽ ഛാത്ര എന്നാണ് പറയുന്നത്. ഞാൻ വിദ്യാർത്ഥിയാണ്, മേ ഛാത്രഹു. ഞാൻ വിദ്യാർത്ഥിനിയാണ്, വിദ്യാർത്ഥിനി എന്നുള്ളതിന് ഹിന്ദിയിൽ ഛാത്ര. ഞാൻ വിദ്യാർത്ഥിനിയാണ്, മേ ഛാത്രാഹു. ഞാൻ ആരാണ്? മേ കോൻഹു. ഞാൻ ആൺകുട്ടിയാണ്, മേ ലടുക്കാഹു. ഞാൻ വിദ്യാർത്ഥിയാണ്, മേ ഛാത്രഹു. ഞാൻ വിദ്യാർത്ഥിനിയാണ്, മേ ഛാത്രാഹു. ഇതുപോലെ നിങ്ങൾ ആരാണ് അവിടെ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്, എൻജിനീയർ ആണ്, അവിടെ ആ വാക്ക് പ്രയോഗിച്ചാൽ മാത്രം മതി. അതായത് ഞാൻ എൻജിനീയർ ആണെന്ന് പറയണമെങ്കിൽ എൻജിനീയർ എന്നുള്ള വാക്ക് അറിഞ്ഞാൽ മാത്രം മതി. എൻജിനീയറിനെ ഹിന്ദിയിൽ അഭിയന്ത എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എൻജിനീയർ ആണ്, മേ അഭിയന്താഹു. ഇനി ഞാൻ ഡോക്ടർ ആണെന്നാണെങ്കിൽ മേ ഡോക്ടർഹു എന്ന് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇനി ജോലിക്ക് പകരം നമ്മുടെ പേര് പറയണമെങ്കിൽ ഞാൻ ശീതളാണ്, മേ ശീതൾഹു. ഞാൻ ശീതളാണ്, മേ ശീതൾഹു. അവിടെ ഏതാണോ പേര് അത് യൂസ് ചെയ്യുക. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറയണം. അതായത് ഞാൻ ഇന്ന രാജ്യക്കാരനാണ് എന്ന് പറയണമെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരനാണ് എന്നെങ്ങനെ പറയാം? മേ ഭാരതീയഹു. ഞാൻ ഇന്ത്യക്കാരനാണ്, മേ ഭാരതീയഹു. ഇനി മേം എന്ന സർവനാമത്തിന് പകരം തും എന്ന സർവനാമമായാൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മേ കോൻഹു എന്നാണ് ചോദിച്ചതെങ്കിൽ ഇവിടെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ന വാക്കിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഡിഫറൻസ് വരുന്നത്. നിങ്ങൾ എന്നതിന് ഹിന്ദിയിൽ തും എന്നാണ് പറയുന്നത്. തും വരികയാണെങ്കിൽ പ്രസന്റ് ടെൻസിൽ എൻഡിങ്ങിൽ ഹോയാണ് ചേർക്കേണ്ടത്. നിങ്ങൾ ആരാണ്? ആര് എന്നുള്ളതിന് കോൻ. അപ്പം നിങ്ങൾ ആരാണ്? തും കോൻ ഹോ. നിങ്ങൾ ആരാണ്? തും കോൻ ഹോ.
അടുത്തത് നിങ്ങൾ ആൺകുട്ടികളാണ്. നിങ്ങൾ ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടി എന്ന വാക്കിന്റെ ബഹുവചനമാണ് അല്ലെ. അപ്പോൾ ആൺകുട്ടി എന്നുള്ളതിന് ഹിന്ദിയിൽ ലഡ്ക എന്നാണെങ്കിൽ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ലഡ്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൺകുട്ടികളാണ്, തും ലഡ്കെ ഹോ. നിങ്ങൾ ആൺകുട്ടികളാണ്, തും ലഡ്കെ ഹോ. അടുത്ത നോക്കാം, നിങ്ങൾ എന്ന വാക്കിന് പകരം താങ്കൾ എന്നാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, താങ്കൾ എന്ന് നമ്മൾ എപ്പോഴാണ് വിളിക്കുന്നത്? ഒരു വ്യക്തിയെ, അത് നമ്മളെക്കാൾ മുതിർന്നവരാവാം, ബഹുമാനം കൊടുക്കേണ്ട വ്യക്തികളാവാം, അവിടെയാണ് നമ്മൾ താങ്കൾ എന്ന് ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോഴും യു എന്നുള്ള വാക്കാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഹിന്ദിയിലും മലയാളത്തിലും ബഹുമാനം അനുസരിച്ചും ആളുകളുടെ എണ്ണം അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട്. നീ, നിങ്ങൾ, താങ്കൾ, ഈ 3 വാക്കും നമ്മൾ ഇംഗ്ലീഷിന് യു എന്ന വാക്കിന് പകരം പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, താങ്കൾ ആരാണ് എന്ന് ചോദിക്കണമെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ട ആ ഒരു റൂൾ അനുസരിച്ചാണ് ഇവിടെ വരുന്നത്. താങ്കൾ ആപ്. താങ്കൾ ആരാണ്? ആപ് കോൺ ഹേ. ഇവിടെ ഹേയുടെ കൂടെ കുത്ത് വരുമ്പോൾ ഹേ. അതായത് താങ്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദിയിൽ ആപ് കോൺ ഹേ എന്നാണ് വരേണ്ടത്. താങ്കൾ അധ്യാപകനാണ്. ഓക്കെ, താങ്കൾ അധ്യാപകനാണ്. അധ്യാപകനെ നമ്മൾ താങ്കൾ എന്നാണ് വിളിക്കേണ്ടത് അല്ലെ. അപ്പോൾ അധ്യാപകൻ എന്നുള്ളതിനെ ഹിന്ദിയിൽ അധ്യാപക് എന്ന് പറയാം, ശിക്ഷക് എന്ന് പറയാം. ഇനി സ്ത്രീലിംഗാണെങ്കിൽ അധ്യാപിക എന്നും ശിക്ഷിക എന്നും പറയാവുന്നതാണ്. താങ്കൾ അധ്യാപകനാണ്, ആപ് അധ്യാപക് ഹേ ഓർ ആപ് ശിക്ഷക് ഹേ. ഇനി താങ്കൾ അധ്യാപികയാണ് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ യൂസ് ചെയ്യുക, ആപ് അധ്യാപിക ഹേ ഓർ ആപ് ശിക്ഷിക ഹേ. ഇനി അടുത്തത് താങ്കൾ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരൻ എന്നുള്ളതിന് ഭാരതീയ. താങ്കൾ ഇന്ത്യക്കാരനാണ്, ആപ് ഭാരതീയ ഹേ. അപ്പോൾ ബഹുവചനത്തിലും അതുപോലെ ബഹുമാനം കൊടുക്കേണ്ടിടത്തും ഹേയുടെ കൂടെ കുത്ത് നിർബന്ധമാണ്. അടുത്തത് ഇവൻ, ഇവൾ, ഇത് എന്നീ വാക്കുകൾക്ക് വേണ്ടി പ്രയോഗിക്കുന്ന യ എന്ന സർവനാമം വരുമ്പോൾ എന്ത് വ്യത്യാസമാണെന്ന് നോക്കാം. ഇവൻ അല്ലെങ്കിൽ ഇവൾ ആരാണ്? യ കോൺ ഹേ. ഇവൻ ആരാണ്? യ കോൺ ഹേ. ഇവൾ ആരാണ്? യ കോൺ ഹേ. രണ്ടും സെയിം തന്നെയാണ്. ഇനി ഇവൻ ആൺകുട്ടിയാണ്. ഇവൻ യ ആൺകുട്ടി, ലഡ്ക യ ലഡ്ക ഹേ. ഇവൻ ആൺകുട്ടിയാണ്, യ ലഡ്ക ഹേ. അടുത്തത് ഇവൻ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി എന്നുള്ള വാക്ക് പുല്ലിംഗാണ്. അപ്പോൾ ഇവൻ വിദ്യാർത്ഥിയാണ്, യേ ഛാത്ര ഹേ. ഇവൻ വിദ്യാർത്ഥിയാണ്, യേ ഛാത്ര ഹേ. ഇവൾ വിദ്യാർത്ഥിനിയാണ്. ഇവൾ വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിനി സ്ത്രീലിംഗ. അപ്പോൾ യ ഛാത്ര ഹേ. ഇവൾ വിദ്യാർത്ഥിനിയാണ്, യേ ഛാത്ര ഹേ. ഇവൾ ശീതളാണ്, യ ശീതൾ ഹേ. ഇവൾ ശീതളാണ്, യ ശീതൾ ഹേ. ഇവൾ ഇന്ത്യക്കാരിയാണ്, യ ഭാരതീയ ഹേ. ഇവൾ ഇന്ത്യക്കാരിയാണ്, യ ഭാരതീയ ഹേ. ഇവിടെ ഇവൾ, ഇത്, ഈ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹേക്ക് കുത്ത് വേണ്ട. ഇനി ദൂരെയുള്ള ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ ഒക്കെ ചൂണ്ടിക്കാണിച്ച് പറയണമെങ്കിൽ വോ എന്ന സർവനാമമാണ് നമുക്ക് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ വോ വരുമ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. യഹ് പോലെ തന്നെയാണ് വഹ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവൻ അല്ലെങ്കിൽ അവൾ ആരാണ്? വോ കോൺ ഹേ. അവൻ അല്ലെങ്കിൽ അവൾ ആരാണ്? വോ കോൺ ഹേ. അവൻ ആൺകുട്ടിയാണ്. അവൻ വോ ആൺകുട്ടി, ലഡ്ക. അവൻ ആൺകുട്ടിയാണ്, വോ ലഡ്ക ഹേ. അവൻ വിദ്യാർത്ഥിയാണ്, വോ ഛാത്ര ഹേ. അവൻ വിദ്യാർത്ഥിയാണ്, വോ ഛാത്ര ഹേ. അവൾ വിദ്യാർത്ഥിനിയാണ്, വോ ഛാത്ര ഹേ. അവൾ വിദ്യാർത്ഥിനിയാണ്, വോ ഛാത്ര ഹേ. അവൻ അല്ലെങ്കിൽ അവൾ ആരാണ്? അവൻ ആരാണെന്ന് ചോദിച്ചാലും അവൾ ആരാണെന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്, വോ കോൺ ഹേ. അവൾ ശീതളാണ്, വോ ശീതൾ ഹേ. അവൾ ശീതളാണ്, വോ ശീതൾ ഹേ. അവൾ ഇന്ത്യക്കാരിയാണ്, വോ ഭാരതീയ ഹേ. അവൾ ഇന്ത്യക്കാരിയാണ്, വോ ഭാരതീയ ഹേ. ഇനി അവൾ ഡോക്ടർ ആണെന്ന് പറയണമെങ്കിൽ വോ ഡോക്ടർ ഹേ. അവിടെ എന്താണോ വ്യത്യാസം വരുത്തേണ്ടത് അത് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇനി യ എന്ന സർവനാമത്തിന്റെ പ്ലൂറലായ എ എന്ന വാക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം നോക്കാം. ഇവിടെ വേറൊരു വ്യത്യാസവും ഇല്ല. പ്ലൂറലിന്റെ, അതായത് ബഹുവചനത്തിന് ഉപയോഗിക്കേണ്ട നിയമം തന്നെയാണ് ഇവിടെയും നോക്കേണ്ടത്. ഇവർ ആരൊക്കെയാണ്? ഇവർ എന്നുള്ളതിന് എ. ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ആര്, കോൺ, ഹേക്ക് കുത്തിടുക, ഹേ. യേ കോൺ ഹേ. ഇവർ ആരൊക്കെയാണ്? യേ കോൺ ഹേ.
ഇവർ ആൺകുട്ടികളാണ്. ഇവർ ആൺകുട്ടികളാണ്. ആൺകുട്ടി എന്നുള്ളതിന് ലഡ്ക എന്നാണ്. ഇനി ആൺകുട്ടികൾ അത് പ്ലൂറൽ ആവുമ്പോൾ ലഡ്കെ എന്നായി മാറുന്നു. ഇവർ ആൺകുട്ടികളാണ്. യെ ലഡ്കെ ഹേ. ഇവർ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി എന്നുള്ളതിന് ഹിന്ദിയിൽ ഛാത്ര എന്നാണെങ്കിലും അതിൻ്റെ പ്ലൂറലും സെയിം തന്നെയാണ്. ബഹുവചനത്തിലാക്കുമ്പോഴും സെയിം തന്നെ ആയതുകൊണ്ട് ഇവർ വിദ്യാർത്ഥികളാണ്. യെ ഛാത്ര ഹേ. ഇനി സ്ത്രീലിംഗിലെ വ്യത്യാസമുണ്ട്. ഇവർ വിദ്യാർത്ഥിനികളാണ്. വിദ്യാർത്ഥിനി ഛാത്ര, വിദ്യാർത്ഥിനികൾ ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ ഛാത്രായേം എന്നാകുന്നുണ്ട്. ഇവർ വിദ്യാർത്ഥിനികളാണ്. യെ ഛാത്രായേം ഹേ. അടുത്തത് ഇവർ ഇന്ത്യക്കാരാണ്. ഇവിടെ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗായാലും സ്ത്രീലിംഗായാലും, അതായത് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. യെ ഭാരതീയ ഹേ. യെ ഭാരതീയ ഹേ. ഇനി ന്റെ പ്ലൂറലായ വേ എന്ന സർവനാമം പ്രയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അവർ ആരൊക്കെയാണ്? യുടെ സ്ഥാനത്ത് ഇവിടെ വേ പ്രയോഗിച്ചാൽ മാത്രം മതി. അവർ ആരൊക്കെയാണ്? വേ കോൺ ഹേ. അവർ ആൺകുട്ടികളാണ്. വേ ലഡ്കെ ഹേ. ഇനി അവർ പെൺകുട്ടികളാണെന്നാണെങ്കിൽ വേ ലഡ്കിയാം ഹേ. ലഡ്കി പെൺകുട്ടി, ലഡ്കിയാം പെൺകുട്ടികൾ. വേ ലഡ്കിയാം ഹേ. അവർ വിദ്യാർത്ഥികളാണ്. വേ ഛാത്ര ഹേ. അവർ വിദ്യാർത്ഥിനികളാണ്. വേ ഛാത്രായേം ഹേ. അവർ ഇന്ത്യക്കാരാണ്. അത് ഇന്ത്യക്കാരി ആയാലും ഇന്ത്യക്കാരൻ എന്നായാലും വേ ഭാരതീയ ഹേ. അടുത്ത നോക്കാം. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. ഹം എന്ന സർവനാമം വരുമ്പോൾ അത് ബഹുവചനത്തിന്റെ നിയമമാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ആരൊക്കെയാണ്? അവിടെ ഹം കോൺ ഹേയുടെ കൂടെ കുത്തിടാം. ഹം കോൺ ഹേ. നമ്മൾ ആരൊക്കെയാണ്? ഹം കോൺ ഹേ. ഞങ്ങൾ ആരൊക്കെയാണ്? ഹം കോൺ ഹേ. ഇനി നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ആൺകുട്ടികളാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? ആൺകുട്ടികൾ എന്നുള്ളതിന് ലഡ്കെ. ഹം ലഡ്കെ ഹേ. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ആൺകുട്ടികളാണ്. ഹം ലഡ്കെ ഹേ. അടുത്തത് നമ്മൾ വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അതെങ്ങനെ പറയാം? ഹം ഛാത്ര ഹേ. ഹം ഛാത്ര ഹേ. നമ്മൾ വിദ്യാർത്ഥിനികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ വിദ്യാർത്ഥിനികളാണ്. ഹം ഛാത്രായേം ഹേ. നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഹം ഭാരതീയ ഹേ. ഇനി ഇത്രയും നമ്മൾ പഠിച്ചു വെച്ച് ഗ്രാമറിലുള്ള റൂള് നോക്കാം. മേ വരുമ്പോൾ പ്രസൻറ്റിൽ, അതായത് ഒരു കാര്യം ഇപ്പോൾ ആണ് എന്ന് പറയാൻ മേമിൻ്റെ കൂടെ നമ്മൾ ഹും ചേർക്കുന്നു. മേ ഹും. അത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും അതുപോലെ തന്നെയാണ്. അടുത്ത തുമ്മിൻ്റെ കൂടെ നമ്മൾ ഹോ ആണ് എൻഡിങ്ങിൽ ചേർക്കേണ്ടത്. തും ഡാഷ് ഹോ. അടുത്തത് ആപ്പിൻ്റെ കൂടെ ഹേ. ഹേയുടെ കൂടെ കുത്തിടുക. ആപ്പ് എന്ന സർവനാം ബഹുമാന സൂചകമാണ്. അടുത്തത് യഹിൻ്റെ കൂടെ ഹേ ഇടുക. വോയിൻ്റെ കൂടെ ഹേ ഇടുക. ഇനി യഹിൻ്റെ പ്ലൂറലാണ് യെ. അതിൻ്റെ കൂടെ ഹേ. ഹേയുടെ കൂടെ കുത്ത് വേണം. അതുപോലെ വഹിൻ്റെ പ്ലൂറലായ വേ. അതിൻ്റെ എൻഡിങ്ങിൽ വരേണ്ടത് ഹേ. ഹേയുടെ കൂടെ കുത്തിടണം. ഇനി ഹം എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് അതിൻ്റെ കൂടെയും എൻഡിങ്ങിൽ ഹേയ്ക്ക് കുത്ത് വരിക. ഹം ഡാഷ് ഹേ. അപ്പോൾ 10 days ചലഞ്ചിൻ്റെ ഈ ഫസ്റ്റ് ക്ലാസ് വളരെ ബേസിക്കായ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ 10 days ചലഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണാം.